ട്രംപിനെ ഭയന്ന് ഹമാസ് ചെയ്യാൻ പോകുന്നത് കണ്ട് ലോകം തന്നെ ഞെട്ടുകയാണ്. ഇത്രത്തോളം ട്രംപിനെ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇത് അറിഞ്ഞിട്ട് ഇസ്രായേലികൾ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി ഹമാസിന്റെ അവസ്ഥ എന്താണ്? ശരിക്കും ഹമാസ് ഇപ്പോൾ പറഞ്ഞില്ലേ ബന്ദികളെ മോചിപ്പിക്കാൻ പോവാണെന്ന്. അപ്പോൾ ഇത്രയും നാൾ ഇവർ ബന്ദികളെ മോചിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ചിട്ട് ഇപ്പം മോചിപ്പിക്കാൻ പോകുന്നു. എന്താ കാര്യം? ജനുവരി 20 ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലെത്തുന്നു. അപ്പോൾ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പരമാവധി ബന്ദികളെ വിട്ടുകൊടുക്കണം. ഇതാണ് ഹമാസിൻ്റെ നിലപാട്. അപ്പോൾ ഒരു ഒത്തുതീർപ്പിലെത്തി. അപ്പോൾ നേരത്തെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളക്കാരെല്ലാം പിൻവാങ്ങി. അപ്പോൾ ഒരു വെടിനിർത്തലൊക്കെ വന്നിടും. അപ്പോൾ നേരത്തെ തന്നെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം ഇടപെട്ടിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. അതായത് ഗസയിൽ നിന്ന് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം പിന്മാറണം. അതുപോലെ പലസ്തീൻ്റെ 1-2 ബന്ദികളെ ഇസ്രായേലിൻ്റെ 1-2 ബന്ദികളെ വിട്ടയക്കും. പകരം 100 കണക്കിന് പലസ്തീൻ ബന്ദികളെ വിട്ടയക്കണം. അപ്പോൾ ഒരിക്കലും നടക്കാത്ത ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ജോ ബൈഡൻ്റെ കാര്യത്തിൽ അത്ര നടന്നില്ല. പിന്നീട് ട്രംപ് പ്രസിഡൻ്റ് ആവുകയും ട്രംപ് ഹമാസിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടി പതുക്കെ അവർ വിട്ടുവീഴ്ചയ്ക്ക് വന്നു. അങ്ങനെയാണ് ഒടുവിൽ 60 ദിവസത്തെ വെടിനിർത്തലൊക്കെ ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഹമാസിനെതിരെ ശക്തമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് കണ്ടതോടുകൂടി ഹമാസ് പറയുകയാണ് ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാമെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി അമേരിക്കയും ഈജിപ്തും തമ്മിൽ ഒരു മധ്യസ്ഥർ എന്ന നിലയിൽ ചർച്ച നടത്തി. അമേരിക്കയുടെ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അടുത്ത ദിവസം നേരെ ഈജിപ്തിലേക്ക് പോവുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ. ഇപ്പോൾ ഹമാസ് വിട്ടയക്കുന്ന ബന്ദികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. കാരണം രോഗികളായിട്ടുള്ളവർ, സ്ത്രീകളായിട്ടുള്ളവർ, കുട്ടികൾ, എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ചവർ, പ്രായമായവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആയിരിക്കും ആദ്യം വിട്ടു നൽകുക. അപ്പോൾ ആദ്യം വിട്ടു നൽകുന്നത് എത്ര പേരെ? ഇതൊരു വലിയ ചോദ്യമാണ്. നിലവിൽ 101 ബന്ദികളുണ്ടെന്ന് പറയുന്നു. അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹമാസ് പിടിക്കുന്ന ഇവരെയൊക്കെ ബങ്കറുകളിൽ ഒളിയിടങ്ങളിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. എന്നിട്ട് ഈ ഹമാസിൻ്റെ നേതാവിനെ ഇസ്രായേൽ കൊല്ലും. അപ്പോൾ ഇസ്രായേലിന് തങ്ങളുടെ ബന്ദികൾ ആരെയൊക്കെയാണ് വിട്ടുതരുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ എത്ര ബന്ദികൾ ഇസ്രായേൽ വിട്ടുകൊടുക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ അവിടെ ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് പേരെ വിട്ടുകൊടുക്കണം. അപ്പം പറയുന്നു പലസ്തീൻ്റെ ബന്ദികളെ നിങ്ങൾ വിടണം. ശരി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒത്തുതീർപ്പ് നടപടികൾ ഈജിപ്റ്റ് നടത്തുമെന്ന് പറയുന്നതിനകത്ത് ചില സംശയങ്ങളുണ്ട്. കാരണം ഈജിപ്തിന് എപ്പോഴും ഞങ്ങൾ മധ്യസ്ഥരുടെ റോള് വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. മാത്രവുമല്ല ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സേന പിന്മാറണമെന്നൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് യഹിയ സിൻവർ ആയിരുന്നു. യഹിയ സിൻവർ പറഞ്ഞു ഗസയിൽ നിന്ന് മുഴുവൻ ഇസ്രായേൽ സേനയും പിന്മാറിയെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ, ഒപ്പം ഹമാസ് പിടിച്ചു വെച്ച ബന്ദികളെ വിട്ടുതരും എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ യഹിയ സിൻവർ പടമായി പോയി. അല്ല, ഇസ്രായേൽ കൊന്ന് അയാളെ അതോടുകൂടി ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. യഹിയ സിൻവറിൻ്റെ ബോഡി അവിടെ ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞത് ഞങ്ങൾ ബോഡി വിട്ടുതരാം, പക്ഷേ പകരം ബന്ദികളെ വിട്ടുതരണം. അപ്പോഴും ഒരു ഒത്തുതീർപ്പിന് ഒരു അവസരം ഉണ്ടായിട്ടും അത് ചെയ്തില്ല. ഇപ്പം എന്ത് പറ്റി? യഹിയ സിൻവറോട് കൊല്ലപ്പെട്ടപ്പോൾ ഹമാസിൻ്റെ നേതൃനിരയിൽ ആരുമില്ല. അപ്പോൾ ഹമാസിന് ഇത്രയും നാൾ ആയുധമൊക്കെ ലഭിച്ചത് ഈ നമുക്കറിയാം ആസാദ്, അതായത് സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷദ് അൽ അസർ വഴിയാണ് ഈ ആയുധങ്ങളൊക്കെ ഇവർക്ക് കൊണ്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇറാനിൽ നിന്ന് ആയുധം കൊണ്ട് ഈ സിറിയയിൽ എത്തിക്കാൻ പറ്റത്തില്ല, സിറിയയിൽ നിന്ന് ഇതില്ല ഈ ഹമാസിന് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹമാസിൻ്റെ കാര്യമാകാണ്ട് തീരുമാനമായി. അപ്പോൾ ട്രംപും കൂടി അധികാരത്തിലെത്തിയാൽ ഈ ഹമാസുകാരെ മുഴുവൻ നേരത്തെ അങ്ങ് കൊല്ലും, അല്ലെ നശിപ്പിക്കും. പക്ഷേ ഇപ്പോഴും അവരുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ബന്ദികൾ ഇവരുടെ കയ്യിലുണ്ടല്ലോ, ഈ ബന്ദികൾക്ക് വേണ്ടി ഇസ്രായേൽ വിട്ടുവീഴ്ച നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് പറയുന്നു ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാമെന്നൊക്കെ പറയുന്നു. ഈ പറയുന്നതിൻ്റെ കാരണം ഒരു വശത്തു നിന്നും ഞങ്ങൾക്ക് രക്ഷയില്ല, സഹായം കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ സംശയം എത്ര ബന്ദികൾ ജീവനോടെയുണ്ട്, എന്ന് മുതൽ ഇവർ വിട്ടു നൽകും, ഇത് ഇസ്രായേലിന് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ബന്ദികളിൽ ഏറിയ പങ്കും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? ഒരുപാട് ബന്ധുക്കളും ഈ മരിച്ച ആളുകളുടെ ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയൊക്കെ വരാം. അപ്പോൾ അത്തരമൊക്കെ പ്രശ്നത്തെ ഇവർ ഫേസ് ചെയ്യണം. ഇപ്പം ഇറാനിലെ ആത്മീയാചാര്യനുള്ള അയത്തുള്ള അലി ഖമനൈ പുതിയ പ്രസ്താവനയുമായി വന്നു. അതായത് സിറിയയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമേരിക്കയാണ്. അമേരിക്കയുടെ തിരക്കഥയിലാണ് സിറിയയിൽ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതുവരെ ബാഷർ അൽ അസദ് എന്ന് പറയുന്നത് ഇറാൻ്റെ വലിയൊരു സപ്പോർട്ടറായിരുന്നു. കാരണം ഇറാൻ അവർക്ക് ആയുധവും പണവും ഒക്കെ കൊടുത്ത് അവരാണ് ഈ രാജ്യത്തെ താങ്ങി നിർത്തിയത്. മറ്റൊരു രാജ്യം റഷ്യയായിരുന്നു. ഇപ്പോൾ എന്തെടുത്തു HTS എന്ന് പറയുന്ന എന്താ പറയുന്നത് ഈ ഭീകരവാദികൾ, മറ്റൊരു ഭീകര സംഘടനയാണ്. അവർ അവിടേക്ക് കടന്നെത്തുകയും ഈ പറയുന്ന അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ നിലവിൽ ബാഷർ അൽ അസദിന് രാജ്യം വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഇനി ഇവർക്ക് രക്ഷയില്ല. ഇപ്പോൾ മറ്റൊരു വശത്ത് ഇസ്രയേൽ ഈ ഗാസ മുനമ്പിലൊക്കെ നിലയുറപ്പിക്കുകയാണ്. ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഇവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട്, അതുപോലെ തന്നെ ഓയിലിൻ്റെ നിക്ഷേപമുണ്ട്. ഇതൊക്കെ വീണ്ടെടുക്കണം. അപ്പം ഇസ്രയേൽ ആ ഭാഗം കൂടെ കൈയടക്കിയപ്പോൾ ഇസ്രയേലിൻ്റെ വിസ്തൃതി കുറച്ചുകൂടി കൂടി. ഇനി അടുത്ത ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ ഒഴിപ്പിച്ചു, ആ സ്ഥലം കൂടെ പിടിക്കും. ഇനി അടുത്തത് ഗാസയും വെസ്റ്റ് ബാങ്കും തിരിച്ചു പിടിക്കണം. അപ്പോൾ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കടക്കുന്ന
ഒരു വഴിയുണ്ട്, ഒരു കോറിഡോറുണ്ട്. അപ്പം ഫിലോഡൽഫി കോറിഡോർ, ഈ കോറിഡോറിൻ്റെ നിയന്ത്രണം ഇനിയും ഇസ്രായേൽ തന്നെ കൈവശം വെക്കും. എന്ന് പറഞ്ഞാൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും അല്ല ഇസ്രായേൽ സൈന്യം എന്നും നിലകൊള്ളും. അപ്പോൾ ആ സ്ഥലം ആരുടെയായി? ഇസ്രായേലിൻ്റെ ആയി. അടുത്ത ലെബനൻ എങ്ങോട്ട് കൂട്ടിച്ചേർക്കും? ഇസ്രായേലിൻ്റെ അടുത്ത് കൂട്ടിച്ചേർക്കും. അടുത്ത സിറിയയിലെ കുറേ ഭാഗങ്ങൾ ഇസ്രായേൽ പിടിക്കും. കാരണം എന്താ അറിയാം, അവിടെ 500ഓളം സ്ഥലത്ത് അവർ ബോംബിട്ടു. എന്നിട്ട് അവിടുത്തെ നേവൽ വിങ്ങിനെ മുഴുവൻ തകർത്തു. അവരുടെ നേവിയുടെ കപ്പൽ, ബോട്ട്, മുഴുവൻ സാധനങ്ങളെയും ബോംബിട്ട് നശിപ്പിച്ചു. അപ്പം അവിടുത്തെ ആർമി ഇല്ലാതായാൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? ഇസ്രായേലിന് കിട്ടും. ഈ പിന്തുണ മുഴുവൻ കിട്ടുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇവർ പേടിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും 20-ാം തീയതി ട്രംപിന്റെ അധികാരത്തെ ഭയപ്പെടുകയാണ് ഹമാസ് മാത്രമല്ല ഇറാനും എന്ന് കൂടി പറയേണ്ടി വരും അല്ലേ? അതെ. അപ്പോൾ ഇറാൻ പേടിക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഈ ഇറാനിൽ ആയത്തുള്ള അലി ഖമനയുടെ നിർദ്ദേശങ്ങളെ ഇപ്പോൾ അവിടുത്തെ ഗാർഡ്സ്, അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു സേനയുണ്ട്, അവിടുത്തെ പട്ടാളം എന്ന് പറയാം, അവർ പോലും അത്ര മാനിക്കുന്നില്ല. മാത്രമല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഖമനൈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയൊന്നുമല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് ഇറാനെ സിറിയ സഹായിച്ചിരുന്നു, ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് തലയെ വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇറാനിൽ എന്തോ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇറാനിലെ പ്രശ്നം എന്താണെന്നറിയാം, ഒരു ആഭ്യന്തര കലാപത്തിനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നു. ഈ ഖമനൈ ഉൾപ്പെടെയുള്ള മത തീവ്രവാദികൾ ഇനി വേണ്ട. കാരണം എന്താ, സിറിയ പോലൊരു രാജ്യത്ത് HTS എന്ന് പറയുന്ന ഒരു കൂട്ടം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, വിമതർ, അവർ വന്നിച്ച് ഈ രാജ്യം പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് എത്രയോ കാലമായി വിമത സ്വരം ഉയർത്തുന്ന ഒരു വലിയ ജനവിഭാഗമില്ലേ, അവർ വിചാരിച്ചാൽ ആരെയും അട്ടിമറിക്കാൻ പറ്റും. ഈ ഖമനയെയും മറ്റുള്ള നേതാക്കളെയും എല്ലാം അട്ടിമറിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു അട്ടിമറിയെ ആര് പേടിക്കുന്നു? ഖമനൈ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയും കൂടുതൽ മോശമായ സ്ഥിതിയിലേക്ക് മാറുന്നത്. ഇതിനെല്ലാം കാരണം എന്താ? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഹമാസിനെ നശിപ്പിക്കും. ആ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്കാണ് ഇപ്പോൾ ഖത്തറും ഈജിപ്തും കൂടെ ഈ രാജ്യങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത്. ഈ ബന്ദികളെയൊക്കെ വിട്ടയക്കാം. ബന്ദികളെ വിട്ടയക്കുന്നതോടെ നിങ്ങൾക്ക് ഹമാസിൻ്റെ അടുത്തുള്ള പ്രശ്നം തീരണം. അപ്പോൾ എത്ര ബന്ദികളെ ജീവനോടെ വിട്ടയക്കും? ഈ യഹിയ സിൻവറിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇസ്രായേൽ ഈ ബോഡി വിട്ടുകൊടുക്കും. പക്ഷേ ജീവനോടെയോ അല്ലാതെയോ ഞങ്ങളുടെ നാട്ടുകാരെ തിരിച്ചു വിടണം. അപ്പോൾ അമേരിക്കൻ പൗരത്വമുള്ളവരും ബന്ദികളായവരുടെ കൂട്ടത്തിലുണ്ട്. ഈ അമേരിക്കൻ പൗരത്വമുള്ള ആളുകൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യവും പേടിക്കുന്നുണ്ട്. കാരണം ട്രംപ് വന്നിച്ച് ഹമാസിനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹമാസിൻ്റെ മുഴുവൻ പേരെ കൊല്ലുന്നു, ബാക്കി അറ്റാക്ക് ഇറാനിൽ നടത്തിയാലോ? കാരണം നേരത്തെ പറഞ്ഞിരുന്നു ഈ ലെബനൻ വഴി ഈജിപ്റ്റ് വഴിയൊക്കെ ഇവരെ കടത്തിക്കൊണ്ട് ഇറാനിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു ബന്ദികളെ. സത്യത്തിൽ ഇറാനിൽ ബന്ദികളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷേ അമേരിക്ക പറയുകയാണ് ഞങ്ങളുടെ ബന്ദികൾ ഇറാനിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്താണ്, അവരുടെ ആയുധ ശേഖരം തകർത്താണ്, യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും ഇല്ല. പിന്നുള്ളതൊരു സിറിയായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഇറാൻ പോറ്റി വളർത്തി അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്, ഹമാസിൻ്റെ അവസാനത്തെ ഒരു ആയുധം എന്ന നിലയിലാണ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നത്. ഹിസ്ബുള്ള ഏതാണ്ട് പൂർണ്ണമായും നിശബ്ദമായി കഴിഞ്ഞു. മറ്റൊന്ന് ഹൂത്തികളാണ്. ഹൂത്തികളെയും ഈ സിറിയയിൽ നിന്ന് ഓടിച്ചിട്ടടിക്കുന്നു, അവർക്കും രക്ഷയില്ല. അപ്പോൾ പുതുതായി വരുന്ന ഭരണാധികാരി വേണമെങ്കിൽ ഇസ്രായേൽ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കും. കാരണം ഇസ്രായേൽ ഇത്രയും സ്ഥലത്ത് ബോംബ് ഇട്ടതോടുകൂടി അവരുടെ ആയുധശേഖരം നശിപ്പിച്ചു, നേവൽ വിങ്ങിനെ നശിപ്പിച്ചു. അപ്പോൾ കരമാർഗം ഇസ്രായേൽ ഭയങ്കര കടന്നുകയറ്റം നടത്തുന്നു ലെബനനിൽ. അത് നമ്മൾ കണ്ടു. അടുത്തത് വ്യോമമാർഗമുള്ള ആക്രമണം ഇറാനിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ സിറിയയിലും കണ്ടു. ഇവർക്ക് ആകെ ഇല്ലാത്തത് നാവിക മേഖലയിലാണ്. ഈ നാവിക മേഖലയിലെ 2 പോർട്ടുകളിലാണ് സിറിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. അപ്പോൾ ആ പോർട്ടിൽ നിർത്തിയിരുന്ന സിറിയയുടെ ബോട്ടുകൾ, നേവൽ വിങ്ങിൻ്റെ കപ്പലുകൾ ഇതെല്ലാം തന്നെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. ഇനി അവർക്ക് അങ്ങനെ ഒരു വിങ് ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അവരുടെ നേവി വികസിപ്പിക്കുകയും സമുദ്രമേഖലയിൽ കൂടെ തങ്ങളുടെ ഒരു ആധിപത്യം ശക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വ്യോമ നാവിക മേഖലയിലെല്ലാം തന്നെ ഇസ്രായേൽ ഒരു വൻ ശക്തിയാകും. ലെബനനെയും സിറിയയും ഒരു പക്ഷേ കൂട്ടിച്ചേർത്ത് ഒപ്പം ഗോലാൻ കുന്നിനെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ ഒരു വിശാല ഇസ്രായേലായി മാറും. അപ്പോൾ ബന്ദികളെ എത്രയും വേഗം വിട്ടുകൊടുത്താൽ അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അതിൽ എത്ര പേരെ ജീവനോടെ വിട്ടു നൽകുന്നു എന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഈജിപ്റ്റ് പറയുന്നു ഒരു ഒത്തുതീർപ്പിന്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി എത്തുന്നതിന് മുമ്പ് തന്നെ ബൈഡൻ കുറച്ച് അമേരിക്കയിലെ നയതന്ത്ര പ്രതിനിധികളെ ഈജിപ്റ്റുമായി ചർച്ച ചെയ്യാൻ അയച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ നെതന്യാഹു മൊസാദിൻ്റെ തലവനെ ഖത്തറിലേക്ക് അയച്ചു. എന്നിട്ട് ഖത്തർ ഭരണാധികാരിയുമായി ചർച്ച നടത്തുന്നു. എന്താ അറിയോ, ഈജിപ്റ്റും ഖത്തറുമാണ് ബന്ദികളെ വിട്ടു നൽകാമെന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നത്. എങ്ങാനും ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഈജിപ്റ്റും അനുഭവിക്കേണ്ടി വരും, ഖത്തറും അനുഭവിക്കേണ്ടി വരും. എന്തായാലും ട്രംപിനെ കണ്ട്, അല്ലെ ട്രംപിൻ്റെ വരവിനെ കണ്ടിട്ട് നെതന്യാഹു ചിരിക്കുന്നു തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് അല്ലേ? ബന്ദികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ബന്ദികൾ എന്തായാലും വരും. ഹമാസിന്റെ അവസ്ഥ ഓർത്ത് നമ്മൾ
ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എന്തായാലും ഹമാസിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് തീവ്രവാദ ഗ്രൂപ്പുകളോ മറ്റുള്ളവരൊക്കെ പിന്തുണയ്ക്കും അല്ലെ.